പൊതുജനം കഴുതയല്ല സാർ ഇനി പോകുന്നത് അങ്ങ് കൊൽക്കത്തയിലേക്കാണ്. കൊൽക്കത്തയിലെ റെയിൽവേ ട്രാക്കുകൾക്ക് സമീപം പുറമ്പോക്കിൽ കഴിയുന്ന അതിദരിദ്രരായ മനുഷ്യരെക്കുറിച്ചാണ് പൊതുജനം കഴുതയല്ല സാർ പറയുന്നത്. ഇവരും ഇന്ത്യയിലാണ്, ഇവരും ബംഗാളിലാണ് എന്ന് അറിയുക. നാം കൊട്ടിഘോഷിക്കുന്ന വികസനമെന്നൊക്കെ പറയുന്നത് ആരെക്കുറിച്ചെന്ന് അവർക്ക് തോന്നിപ്പോയാൽ അത്ഭുതമില്ല. തൊഴിലാളി വർഗ സർവാധിപത്യം സ്വപ്നം കണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി ദശാബ്ദങ്ങൾ ഭരിച്ച മണ്ണാണത്. അവർക്ക് സാധാരണക്കാരൻ്റെ ജീവിതം മാറ്റാനായില്ലെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തി സാധാരണക്കാരുടെ പിന്തുണയോടെ മറ്റൊരു പാർട്ടി അധികാരത്തിലെത്തി. അത് തുടരുന്ന നാടാണത്. ആ ജനങ്ങൾ പറയുന്നു, ആരു വന്നാലും ഒന്നുപോലെ, ദരിദ്രന് കഞ്ഞി കുമ്പിളിൽ തന്നെ. കാണാം കൊൽക്കത്തയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. തീവണ്ടിക്കരികെ തീ തിന്ന് ജീവിതം. വിയറ്റ്നാമിലെയും തായ്ലൻഡിലെയും എല്ലാം ട്രെയിൻ സ്ട്രീറ്റുകൾ ചിലരെങ്കിലും കണ്ടു കാണും. ട്രെയിൻ വരുന്ന ട്രാക്കിനോട് ചേർന്നുള്ള കടകൾ, ട്രെയിൻ വരുന്ന സമയത്ത് അതിൻ്റെ ഷട്ടറുകൾ അടച്ചു മാറ്റുന്നു. ഇതൊക്കെ കൗതുകത്തോടെ കാണാനെത്തുന്ന സഞ്ചാരികൾ. ഇതൊക്കെയാണ് നമുക്ക് മുന്നിലുള്ള ആ ചിത്രം. എന്നാൽ കൊൽക്കത്തയിലെ റെയിൽവേ ട്രാക്കുകളിൽ മറ്റൊരു ചിത്രമുണ്ട്. കൊൽക്കത്തയിലെ പാർക്ക് സർക്കസ് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിനടുത്താണ് നമ്മളുള്ളത്. കാണാം, ഒരു ട്രെയിൻ കടന്നു വരുന്നു. എത്ര അടുത്താണ് ഈ ട്രാക്കിനോട് ചേർന്നുകൊണ്ട് എത്ര അടുത്താണ് വീടുകളെന്ന് നമുക്ക് നോക്കണം. ഇത്രയും അടുത്ത് ട്രെയിൻ പോകുമ്പോൾ ഇത്രയും അടുത്ത് താമസിക്കേണ്ടി വരുന്ന ആളുകളാണ്. പലവട്ടം ഒരു ദിവസം ട്രെയിൻ ഇങ്ങനെ കടന്നു പോകുന്നു. ജീവന് പോലും അപകടമുണ്ടാക്കുന്ന തരത്തിലാണ്, അപകട സാധ്യതയുള്ള തരത്തിലാണ് ഇവരുടെയൊക്കെ ജീവിതം. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് ഈ കുടിലുകളിലാണ്, ഷീറ്റ് മേഞ്ഞ ഈ കുടിലുകളിലാണ് ഈ മനുഷ്യർ താമസിക്കുന്നത്. നല്ല ചൂടുള്ള സമയമാണ്. പകൽ സമയം കൂടുതൽ സമയം അവർ പുറത്ത്, ഈ കുടിലിന് പുറത്ത് റെയിൽവേ ട്രാക്കിൽ സമയം ചെലവഴിക്കേണ്ടി വരും. അവർ ഭക്ഷണം പാകം ചെയ്യുന്നത്, വസ്ത്രം അലക്കുന്നത് എല്ലാം തന്നെ ഈ ട്രാക്കിൽ തന്നെയാണ്. അതുകൊണ്ട് വലിയൊരു അപകടം പിടിച്ച ഒരു ജീവിതമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. हम लोग का भी छोटा छोटा है। हम लोग का उम्र 40 हो गया। हम लोग यहाँ रहते हैं। आपके पास आधार वगैरह, रेशन कार्ड वगैरह सब है? दो चीज नहीं है। ये मोदी का पास है, कोई का पास नहीं है, मगर हम लोग के पास सब चीज है। തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്ക് ഉയർത്തുന്ന അപകട ഭീഷണി മാത്രമല്ല, ഒരു വീടെന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി വേണ്ട സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഒരു കുടിലും കാണാൻ കഴിയുന്നില്ല. പക്ഷേ അവരോട് ചോദിക്കുമ്പോൾ അത്തരം വിഷമങ്ങളൊന്നും തന്നെ അവർ ഇങ്ങോട്ട് പങ്കുവയ്ക്കുന്നില്ല. दीदी को देना है हम लोग का सही। दीदी हम लोग लिए बहुत कुछ कर रहा है, बहुत कुछ कर रहा है, सब कुछ दे रहा हम लोग का। हम लोग दीदी को देंगे, दीदी को सिवा किसी को नहीं वोट देंगे। ममता दीदी को, बीजेपी को नहीं देंगे, नहीं मोदी को नहीं मिलेगा वोट। दीदी आपके लिए कुछ अच्छा? हाँ, भंडार, लक्की भंडार दिया, अच्छा विधवा लोग का पैसा दे रहा, अच्छा यहाँ पर सुविधा भी दे रहा है, पानी का भी सुविधा दे रहा है, तो क्यों नहीं देगा ममता दीदी को? പതിറ്റാണ്ടുകളായി ശോചനീയമായ ഈ സാഹചര്യത്തിൽ ജീവിച്ച് അങ്ങനെ ജീവിക്കാൻ മനസ്സ് പാകപ്പെടുത്തിയ മനുഷ്യരാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും എന്തെങ്കിലും ഒരു മാറ്റം അവർ പ്രതീക്ഷിക്കുന്നില്ല, എന്തെങ്കിലും ഒരു മാറ്റം അവർ ആവശ്യപ്പെടുന്നുമില്ല. പക്ഷേ ഒരു ഭരണകൂടം അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമോ ഇത്തവണയെങ്കിലും എന്നതാണ് ചോദ്യം. കൊൽക്കത്തയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇതും ഇന്ത്യയിലാണ്. ചേരി നിർമ്മാർജ്ജനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നൊക്കെ വീമ്പ് പറയുന്ന ഒരു നാട്ടിലാണ് ഇത്തരം കാഴ്ചകൾ എന്നത് നമ്മളെ ഏതായാലും ഇത്തരം കാഴ്ചകൾ
നമ്മുടെ ഓർമ്മകളിൽ അതിങ്ങനെ നിരന്തരം വന്നടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. ഇതും ഇന്ത്യയാണ് എന്ന് ബജിത് ടാക്സ് പറയുന്നുണ്ട്. ലൈറ്റ്നിങ് സ്ട്രൈക്ക് പറയുന്നു, ഇങ്ങനെ റെയിൽവേ പരിസരത്ത് മറ്റൊഴിഞ്ഞ ഗ്രൗണ്ടുകൾ എന്നിവിടങ്ങളിൽ ഇതുപോലെ ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നു, സിസ്റ്റം അവരോടൊപ്പം ഇല്ല എന്ന കാര്യം. ഷീജ MK പറയുന്നു, അവിടെയുള്ളവർക്ക് വീടില്ലേ, അവിടുത്തെ സർക്കാർ ഇത് കാണുന്നില്ലേ, കഷ്ടം, പാവങ്ങളുടെ ജീവിതം എന്നാണ്. അങ്ങനെ ആ നിലയിൽ നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.